ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല നാടൻ ചക്ക പുഴുക്കും കാളാഞ്ചിയുടെ തലയും മുള്ളും വാലും കൂടെ നല്ല ഒരു മസാല ചേർത്തിട്ടുള്ള ഒരു നല്ല ഗ്രേവിയുടെ കൂടിയുള്ള ഒരു കറിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് കണ്ടു. ഹോട്ടലുകളിൽ കിട്ടുന്ന പോലെ നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയ നമ്മുടെ മീൻ വേവിച്ചത് ഉണ്ടാക്കണമെങ്കിൽ ഈ അരപ്പൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അതായത് കുറച്ച് ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10-15 അല്ലി ചുമന്നുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറി ലീവ്സ്, ഇതെല്ലാം കൂടെ അരച്ചിട്ട് നമ്മൾ മീൻകറി വെച്ചാൽ നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടി ഒരു മീൻകറി നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ തലക്കറി, അതായത് നല്ല കഷ്ണങ്ങളല്ല, അല്ലാത്ത നമ്മൾ ബാക്കി വരുമല്ലോ, ആ കഷ്ണങ്ങൾ വെച്ചിട്ട് ഒരു ചക്കയുടെ കൂടെ ചക്ക കുഴച്ചതിനൂടെ കഴിക്കാൻ പറ്റിയ ഒരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കടുക് ദേ പൊട്ടി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ സാധാരണ എപ്പോഴും കടുക് ഉലുവയൊക്കെ നന്നായിട്ട് ചേർക്കും. അതായത് നമുക്ക് വീട്ടുകാർക്കൊക്കെ എല്ലാവർക്കും ഉലുവയൊക്കെ അകത്ത് ചെല്ലുന്നത് ഭയങ്കര നല്ലതാണ്. പിന്നെ അത് മൂത്ത് വരുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരച്ച് വെച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ആ പേസ്റ്റും കൂടെ അതിനകത്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിനെ നന്നായിട്ട് മൂപ്പിക്കണം. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും ഒക്കെ വഴന്ന് വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു 4-5 പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെയും ഒന്ന് മൂപ്പിച്ച് നല്ല ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഇതിന് ആ വെളിച്ചെണ്ണയെ കിടന്ന് നല്ലതായിട്ട് മൂത്ത് വരണം. ഞാൻ പറഞ്ഞ മീൻകറിക്കൊക്കെ ഉലുവയും ഒക്കെ കൂടുതൽ ഉലുവയൊക്കെ നല്ല ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളും വീട്ടമ്മമാർ കറികളുണ്ടാക്കുമ്പോൾ ഉലുവ, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടുതലുണ്ടാക്കിയാൽ നമ്മൾ കുടുംബത്തിലും എല്ലാവർക്കും നന്നായിട്ട് അകത്തോട്ട് ചെന്നോളും. നല്ലൊരു ഇമ്മ്യൂണിറ്റി പവറും നമുക്ക് കിട്ടും, എല്ലാവർക്കും കിട്ടും. ഇതൊന്ന് പകുതി ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഇതിനൊന്ന് വഴറ്റിയെടുക്കും. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ മിക്സി കഴുകി, ഇപ്പം നമ്മൾ അരച്ച ഇതുണ്ടല്ലോ, ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പം അതൊട്ടും പൊടികളൊന്നും കരിഞ്ഞു പോകത്തില്ല. നമുക്ക് നന്നായിട്ട് വഴന്ന് എണ്ണ തെളിയുന്ന വരെ ഇതിനെ വഴറ്റിയെടുക്കണം. ഇതാണ് നമ്മുടെ മീൻകറിയുടെ ബേസിക് ആയിട്ടുള്ള ഗ്രേവി ആയിട്ട് വരുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് ഇപ്പം തന്നെ കുറേശ്ശെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ല പിരിയൻമുളക് ആഡ് ചെയ്താൽ നല്ലൊരു റെഡ് കളർ നമ്മുടെ മീൻകറിക്ക് കിട്ടും. വേറെ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയ മീൻകറി നമുക്ക് തലക്കറി ഇതുപോലെ തലയും, അതായത് മുള്ളും തലയും, തല മാത്രമല്ല വാല് നമ്മൾ വറക്കാൻ ഉപയോഗിക്കാത്ത ബാക്കി പീസസ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കറിയാണിത്. അപ്പം ദൈപ്പം തന്നെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുടംപുളി ഒന്നും കൂടെ ഒന്ന് എണ്ണ തെളിയട്ടെ. ഇത് നമുക്ക് അതിനകത്തോട്ട് കുടംപുളി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നു. അപ്പോൾ ഒരു 4-5 അല്ലി കുടംപുളി കുതിർത്തത് കുറച്ച് നേരം വെള്ളത്തിട്ട് കുതിർത്തത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാൻ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഈ പാനൊന്ന് അടുപ്പത്തൊന്ന് മാറ്റണം. എന്നിട്ട് നമുക്ക് മീൻകറി വെക്കാനുള്ള പാത്രം അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പം ഒരു മീനിൻ്റെ തലയും വാലും ആ വയറുഭാഗത്തെ ആ പോർഷൻ എല്ലാം കൂടിയാണ് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നല്ല കൊഴുത്ത ഗ്രേവി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് പാത്രമൊക്കെ വടിച്ച് ഞാൻ അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ, അതായത് നമ്മൾ ആ അരപ്പ് കലക്കിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് ഞാൻ അതിനകത്തോട്ട് യോജിപ്പിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് കാണിച്ചു. കണ്ടോ, നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടി ആ മുള്ളും തലയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഈ കൺസിസ്റ്റൻസി മതി, നിങ്ങൾ നോക്കുക. കണ്ടോ, ഇത്രയും കൺസിസ്റ്റൻസി മതി. അതായത് ഒത്തിരി കുറുകലും അല്ല, ഒത്തിരി നീണ്ടുമല്ല. അങ്ങനത്തെ പരുവത്തിൽ നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ചിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വെന്ത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നല്ല മീൻകറി റെഡിയാവും. നല്ല റെഡ് കളറും നല്ല തിക്ക് ഗ്രേവി, അതാണ് ഈ മീൻകറിയുടെ പ്രത്യേകത. തിക്ക് ഗ്രേവിയോട് കൂടിയ മീൻകറി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് കപ്പ കുഴച്ചതിൻ്റെ കൂടെയും ചക്ക കുഴച്ചതിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇന്ന് ചക്ക കുഴയ്ക്കുന്നതാണ്, അതിൻ്റെ കൂടെ എടുക്കാനാണ് ഇപ്പോൾ മീൻകറി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റായി നമ്മുടെ മീൻകറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇനിയും ഒരു 2-3 മിനിറ്റ്സും കൂടെ തിളച്ചാൽ മതി. നല്ല ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നിങ്ങളൊന്ന് നോക്കിക്കേ. അത് ആറിക്കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകും, പക്ഷേ ഇത്രയും മതി, ഒത്തിരി നീണ്ടല്ല, ഈ പരുവത്തിൽ മതി. ഇനി ഞാനൊരു 3 മിനിറ്റ് കൊണ്ട് കഴിയുമ്പോൾ ഇതിനെ ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചക്ക കുഴച്ചതിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യും.
നല്ല നാടൻ പച്ച ചക്ക കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ ചകിണിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ കുറച്ചും കൂടെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് വേണം ചക്ക കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അത് ഉണ്ടാക്കുന്ന വിധവും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ നമ്മൾ ആ ചക്കയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് പ്രഷർ കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഇട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇപ്പം ആ മുറിച്ച ചക്കയൊക്കെ പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ആ ചക്കയെ നന്നായിട്ട് ഒരു വിസിൽ ആവുന്നവരെ വേവിച്ച് റെഡിയാക്കി എടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമ്മളിതേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനെ ഞാൻ നന്നായിട്ട് യോജിപ്പിച്ച് മൂടി വെച്ച് ഒരു വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്ത് എടുക്കാം. ചക്ക അവിടെ പ്രഷർ കുക്കറിൽ വേവുന്നുണ്ട്. അപ്പം നമുക്കതിന് താളിക്കാനായിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. അപ്പോൾ കടുകെല്ലാം ശരിക്ക് പൊട്ടിത്തുടങ്ങി. അപ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അതൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്കതിനെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സവോളയൊക്കെ ഒരുമാതിരി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും ഒന്ന് വാടിയാൽ മതി. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ആ വേവിച്ച ചക്ക ഞാൻ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചതച്ചെടുത്തത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക. നമുക്ക് ആ ചക്ക ഒന്ന് ഉടയ്ക്കണം. നമുക്ക് പതുക്കെ അതിനെ ഉടച്ചെടുക്കാം. ഇത് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് പതുക്കെ ഉടച്ചു കൊടുത്താൽ മതി. ഓൾറെഡി വെന്തതാണ്, എന്നാലും നമുക്ക് ഒന്ന് ഉടച്ച് കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടണം. കുറച്ചിങ്ങനെ നല്ല പേസ്റ്റ് പോലെ ആയിരിക്കണം. ആ പരുവത്തിലായിരിക്കണം എടുക്കാനായിട്ട്. നന്നായിട്ട് ഉടച്ച് യോജിപ്പിച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെള്ളം വറ്റിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചക്ക കുഴച്ചത് റെഡിയാവും. ഞാൻ ശരിക്കും ഉടച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പം ആ ചക്കയൊക്കെ ഉടച്ചതുണ്ടോ, നല്ല കുഴഞ്ഞ പരുവത്തിലായി. ഇതാണ് അതിൻ്റെ കറക്റ്റ് കണക്ക്. ഇത് നന്നായിട്ട് ഒന്നും കൂടെ ചൂടായി കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് നമ്മളുണ്ടാക്കിയ മീൻകറിയും കൂട്ടി ഇന്ന് സെർവ് ചെയ്യാം. നല്ല ചക്ക കുഴച്ചതും മീനിൻ്റെ മുള്ളും തലയും കൂടെ വെച്ചത് ചേർത്ത് കഴിച്ചാൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുന്നവരും ഫസ്റ്റ് ടൈം കാണുന്നവരും ഒക്കെ ആണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നല്ല നാടൻ ചക്ക കുഴച്ചതും മീൻ കറി വെച്ചതും കൂട്ടി നിങ്ങൾക്കും കഴിക്കാം. ഇപ്പം ഞാനൊരു പ്ലേറ്റിലോട്ട് നമ്മൾ ചക്ക കുഴച്ചത് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ മീൻ കഷ്ണം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഗ്രേവി, ശരിക്കും ഈ ഗ്രേവി മാത്രം കൂട്ടി നമുക്ക് ചക്ക കുഴച്ചത് കഴിക്കാം. ഇത് രണ്ടും കൂടെ ഉള്ള കോമ്പിനേഷൻ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എ മസ്റ്റ് ട്രൈ ഡിഷാണ്. ഓക്കെ, ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? നമുക്ക് കഴിച്ചു തുടങ്ങാം. നല്ല ചക്ക കുഴച്ചതും മീൻ വേവിച്ചതും നിങ്ങൾക്ക് കഴിക്കാം.